ബീഹാറിലെ വിജയത്തിന് പിന്നാലെ നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ബീഹാറിൽ നിന്നും ഗംഗ ബംഗാളിലേക്കാണ് ഒഴുകുന്നത്. അതിൽ അദ്ദേഹം ഒരു സന്ദേശം ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു. ബീഹാറിൽ BJP വിജയിച്ചു, ആ വിജയം ഇനി ബംഗാളിൽ ആവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ് നാവെടുത്തില്ല. അതിനു മുൻപ് തന്നെ ആ ചൂണ്ടയിൽ ഇപ്പോൾ മമതാ ബാനർജി കൊത്തിയിരിക്കുകയാണ്. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അത് നമുക്കറിയാം, BJPയുടെ പ്രഖ്യാപനം ഉണ്ടായാൽ പിന്നീട് അങ്ങോട്ട് സുനാമി പോലെയായിരിക്കും അവരുടെ പ്രചരണം ഉണ്ടാകുക. അത് പേടിച്ചിട്ടായിരിക്കും ഇപ്പോൾ മമതാ ബാനർജി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അവർ നടത്തുന്ന പ്രചരണം ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ടാണ്. SIR തങ്ങളെ തോൽപ്പിക്കാനാണ്, BJPയുടെ വിജയം കൊയ്യാനാണെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവനയും ആ സ്ത്രീ നടത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശികളെ ഒഴിവാക്കാനാകില്ല. പിന്നീട് ആരെയാണ് ഒഴിവാക്കാൻ കഴിയുക? പാകിസ്ഥാനികളെ ഇങ്ങോട്ട് കയറ്റാനാണോ നിങ്ങളുടെ ശ്രമം? അങ്ങനെ ആയിരുന്നല്ലോ ബംഗാളിന്റെ ചരിത്രവും. ബംഗാളിന്റെ ചരിത്രം എന്താണ്? ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും മറ്റു അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ നമ്മുടെ രാജ്യങ്ങളിലേക്ക് കടന്നു വന്ന്, പ്രത്യേകിച്ച് ബംഗാളിൽ കടന്നു വന്ന് അവിടുന്ന് വ്യാജ ആധാർ കാർഡും ഐഡന്റിറ്റി കാർഡും സ്വന്തമാക്കി ഇന്ത്യയുടെ എല്ലാ ആനുകൂല്യങ്ങൾ പറ്റി അവിടുത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നാടായി ബംഗാൾ മാറിയില്ലേ? ഇന്ന് ഇന്ത്യയുടെ ക്രൈം റെക്കോർഡ് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നാടായി ബംഗാൾ മാറിയില്ലേ? അത് നമ്മുടെ യാത്രക്കാരോട്, ഈ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നവരോട് ചോദിച്ചാൽ കൃത്യമായി തന്നെ മനസ്സിലാകും. ഒരു കാലത്ത് ബീഹാറും ഉത്തർപ്രദേശിലും ഇത്തരത്തിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ മാറ്റം അനുഭവപ്പെടുന്നതായി അവർ പറയുമ്പോൾ ബംഗാളിൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അതിനുള്ള പ്രധാന കാരണം ഇവരാണ്. റോഹിംഗ്യ മുസ്ലിങ്ങളും ബംഗ്ലാദേശികളും അടക്കമുള്ളവരെ ഈ രാജ്യത്ത് നിന്നും പുറത്താക്കാതെ ഈ രാജ്യത്ത് പുരോഗതി ഉണ്ടാകില്ലെന്ന് മമതാ ബാനർജിക്കും അറിയാം. പക്ഷെ അവർ അതിനെ തള്ളിപ്പറയില്ല. കാരണം ഈ വിഭാഗം ഇവരുടെ വോട്ട് ബാങ്കാണ്. ഈ പരീക്ഷണം ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൂർണ്ണമായി തന്നെ 33 കൊല്ലം അവിടെ ഭരണം നടത്തിയിരുന്നപ്പോൾ വലിയ രീതിയിൽ തന്നെ അതിർത്തികൾ തുറന്ന് ഈ ബംഗ്ലാദേശികൾക്ക് അവിടെ വസിക്കാൻ അവസരം നൽകി. വസിക്കാൻ അവസരം നൽകുന്നത് എന്താണ്? വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉയർത്തിക്കാട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നപ്പോൾ അവർ പൂർണ്ണമായി തന്നെ തൃണമൂലിലേക്ക് ചേക്കേറി. അപ്പോൾ ആ ചേക്കേറിയ വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രസ്താവനയാണ് എന്തായാലും മമതാ ബാനർജി നടത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശികളെ തുരത്തുകയാണ് SIR ലക്ഷ്യമെങ്കിൽ അത് നടക്കില്ലെന്നാണ് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടികയിൽ തിടുക്കത്തിൽ മാറ്റം വരുത്തുന്നതെന്നും മമതാ ബാനർജി പറയുന്നു. ഇത് BJPക്ക് അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാക്കാനാണ്. ബംഗ്ലാദേശിനെ ഒരു രാജ്യമെന്ന നിലയിൽ താൻ സ്നേഹിക്കുന്നു, ഞങ്ങളുടേത് ഒരേ ഭാഷയാണെന്നും പറയുന്നു. നിങ്ങൾക്ക് ആ രാജ്യത്തെ സ്നേഹിക്കാം, അത് നമുക്കറിയാമല്ലോ. സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ അവിടുത്തെ ഹിന്ദുക്കൾ വേട്ടയാടപ്പെട്ടു, സന്യാസികൾ ജയിലിലാകുന്നു, ഗോശാലകൾ, അവിടുത്തെ പശുക്കളെ ആക്രമിക്കുന്നു, മൃഗങ്ങളെ ആക്രമിക്കുകയാണ് മതബോധം തലയ്ക്ക് പിടിച്ച തീവ്രവാദികൾ. കാരണം ഇതുപോലുള്ള സന്യാസിമാർ വളർത്തുന്ന ഗോശാലകളിലെ ആ മൃഗങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് മാറിയില്ലേ? വലിയ രീതിയിൽ ആക്രമണങ്ങളല്ലേ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ മൗനം പാലിച്ചിരുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവാൻ നിൽക്കുകയാണ് മമതാ ബാനർജി. ബീഹാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വലിയ തകർച്ച ഉണ്ടായപ്പോൾ, കോൺഗ്രസിന്റെ വലിയ തകർച്ച ഉണ്ടായപ്പോൾ എല്ലാം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് മമതാ ബാനർജി ഇറങ്ങിത്തിരിച്ചു. അതിനിടയിലാണ് നരേന്ദ്രമോദിയുടെ ഒരു മിന്നലാക്രമണം പോലെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ബീഹാർ കഴിഞ്ഞു, ഇനി ബംഗാളിലേക്ക് ഒരുക്കങ്ങൾ സജീവമായി തന്നെ BJP മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഭരണ അട്ടിമറിക്കുള്ള സാധ്യത കാണുന്നു, ഭരണമാറ്റത്തിനുള്ള സാധ്യത കാണുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ SIR ഒന്നുമല്ല. അവിടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ പ്രശ്നമുണ്ട്. രാത്രിയാണെങ്കിൽ സ്ത്രീകൾക്ക് പൊതുയിടത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അവിടെ മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ, ഒരു ഡോക്ടറിനെ കൊലപ്പെടുത്തുന്നു. അതിൽ സർക്കാരിന്റെ ഇടപെടലുണ്ട്. ആ കേസ് തേച്ചുമാച്ച് കളയാനുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടായ പശ്ചാത്തലത്തിലായിരുന്നല്ലോ
അവിടുത്തെ ജനങ്ങൾ സംഘടിക്കുകയും മമതാ ബാനർജിയെ മുൾമുനയിൽ നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ലേ? അതിന്റെ എല്ലാം പ്രതിഷേധം ആ സർക്കാരിനെ ബാധിക്കും. കോമൺവെൽത്ത് നമുക്കറിയാമല്ലോ, ഡൽഹിയിൽ കോമൺവെൽത്ത് ഗെയിംസും അതോടൊപ്പം തന്നെ അവിടെ ഒരു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ സംഘടിപ്പിച്ചപ്പോഴല്ലേ കോൺഗ്രസിന്റെ ചീട്ട് കീറിയത്. പിന്നീട് കോൺഗ്രസിന് ബംഗാളിലെ നിയമസഭയുടെ പടി ചവിട്ടാൻ കഴിഞ്ഞു ഒരു MLAക്ക് പോലും. തുടർച്ചയായി 3 മുട്ടകളാണ്. മുട്ട വാങ്ങി കൂട്ടുകയല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ബംഗാളും പോകുന്നത്. അവിടുത്തെ വനിതകൾ, ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാണ് അവിടുത്തെ ജനങ്ങൾ ഇവരോടൊപ്പം നിൽക്കുമ്പോഴോ അവരുടെ മന്ത്രിമാർ തന്നെ പറയുന്നു, ഇവരുടെ നേതൃത്വം തന്നെ പറയുന്നു 6 മണിക്ക് ശേഷം എന്തിനാണ് സ്ത്രീകൾ പുറത്തിറങ്ങുന്നതെന്നാണ്. അപ്പോൾ അവർക്ക് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയില്ല. പക്ഷെ മമതാ ബാനർജിയെ പുറത്താക്കാൻ കഴിയും. മമതാ ബാനർജിയെ പുറത്താക്കി അവർക്ക് 6 മണിക്ക് പുറത്തിറങ്ങാൻ കഴിയുമെങ്കിൽ ജനം അത് തിരഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുക്കാനുള്ള അവസരം 2026 മുന്നിൽ നിൽക്കുന്നു എന്ന ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, മമതാ ബാനർജിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബംഗാളികൾക്ക് അനുകൂലമായി സംസാരിക്കാനുള്ള മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി ഇന്ന് ബംഗ്ലാദേശികൾക്ക് അനുകൂലമായി സംസാരിക്കുകയാണ്. ബംഗ്ലാദേശികൾക്ക് 6 മണിക്ക് ശേഷം ഇറങ്ങണമെന്നില്ല. കാരണം അവരുടെ രാജ്യത്ത് വർഗീയവാദവും ഭീകരവാദവും മുസ്ലിം തീവ്രവാദവും ജിഹാദിസവും നിലനിൽക്കുന്ന നാട്ടിൽ നിന്നും എവിടെയെങ്കിലും ഒന്ന് തലചായ്ക്കാൻ ഇടം കിട്ടുകയാണെങ്കിൽ അവിടെ ജീവിച്ചു പോകാം. അവർക്ക് അതുകൊണ്ട് 6 മണിയുമില്ല 7 മണിയുമില്ല. നേരത്തെ ഇവന് പുറത്തിറങ്ങാതെ ജീവിക്കാമെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു മണ്ണ് ഒരുക്കി കൊടുക്കുകയാണ് മമതാ ബാനർജി. പക്ഷെ ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയില്ല. അവരുടെ മണ്ണിൽ അവർക്ക് രാത്രിയും പകലും എപ്പോഴും ഇറങ്ങി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യമാണ്. ആ സ്വാതന്ത്ര്യം മമതാ ബാനർജി അനുവദിച്ചില്ലെങ്കിൽ അത് അവർക്ക് നേടിയെടുക്കാൻ അറിയാം. ആ നേടിയെടുത്ത കാഴ്ചയായിരുന്നല്ലോ നാം ഡൽഹിയിൽ കണ്ടത്. ഷീലാ ദീക്ഷിത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പിന്നീട് അവിടുത്തെ ജനങ്ങൾ മാറി ചിന്തിച്ചില്ലേ? അങ്ങനെ ഓരോ സംസ്ഥാനം എടുത്തു നോക്കിയാൽ തന്നെ ആ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ വിവാദ പ്രസ്താവന അത് പൂർണ്ണമായി തന്നെ മമതാ ബാനർജിക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ഒരു ധാരണ ഉണ്ടെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ന്യൂനപക്ഷം മാത്രമല്ല ഭൂരിപക്ഷവും ഉണ്ടെന്ന് അവർ തിരിച്ചറിയും. അതിപ്പോൾ കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയുന്നുണ്ടല്ലോ. 2004 മുതൽ 2014 വരെ ഈ കോൺഗ്രസിന്റെ ഭരണകാലം പരിശോധിച്ചു നോക്കിയാൽ ഈ മൻമോഹൻ സിംഗിനും സോണിയാഗാന്ധിക്കും നമ്മുടെ യുവ തുർക്കിയായ പപ്പുമോന്റെയും ധാരണ ഈ നാട്ടിൽ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ എന്നാണ്. ആ ധാരണ ഇപ്പോൾ മാറിയില്ലേ? 2 പരാജയം സംഭവിച്ചപ്പോൾ അവർക്ക് ഒരു പരിധിവരെ മാറി. അത് ഇനിയും മാറേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് ജനങ്ങൾ മാറ്റിയെടുക്കും. അത് തന്നെയായിരിക്കും ബംഗാളിൽ സംഭവിക്കാൻ പോവുക.